നമസ്കാരം. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് വെയിറ്റ് ലോസ് എങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് കുറയാനായിട്ടുള്ള ഒരു സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ആ സൂപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു വലിയൊരു ക്യാബേജിൻ്റെ ഒരു 4/4 ഭാഗം മതി കേട്ടോ. പിന്നെ ഒരു 10 ബീൻസും. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം എല്ലാം ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഈ സൂപ്പിന് ഇത്ര വലിയ പണിയെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടതാ നമ്മൾ വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ബീൻസ്, ക്യാബേജ് ഇത്ര അരിഞ്ഞ് വെച്ചു. ഇത് നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച്, എന്തായാലും നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും മൺചട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നല്ല പാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല പാനിലൊക്കെ വെച്ചിട്ട് ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കുക. അതിനകത്തേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുക. ഒരു മുറി സവാളയും കൊത്തിയരിഞ്ഞിട്ടിടുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇത് വഴന്ന് വരുന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക. ക്യാപ്സിക്കത്തിൻ്റെ പിന്നെ ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും ഒക്കെ ഗുണങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും നല്ല അറിയുന്നതാണ്. ഒത്തിരി ഗുണങ്ങളുള്ള വെജിറ്റബിളാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ, കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലുള്ള പച്ചക്കറികളാണ് നിത്യേന ഉപയോഗിക്കുന്നത്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ദിവസം ഒരു സൂപ്പൊക്കെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുക, നമ്മളും കുടിക്കുക. നമുക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിളൊക്കെ ഇടാം കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് പച്ചപ്പട്ടാണി ഇടാം, മുരിങ്ങക്കായ ഇടാം. സൂപ്പ് പല രീതിയിലുണ്ട്. മുരിങ്ങേൻ്റെ ഇല ഇടാം, ചീര ഇല ഇടാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ രീതിയിലുള്ള വെജിറ്റബിളും ഇട്ടിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നല്ലോണം ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ അതിനുള്ള ഉപ്പിടണം കേട്ടോ. മറന്നുപോയി, ഉപ്പിടണം. ഇത്തിരി ഉപ്പ് അധികം ആകരുത്, സൂപ്പല്ലേ. 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. സൂപ്പിൻ്റെ പണി കഴിഞ്ഞെന്ന് പറയാം കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാവേ. ചെറുതീയിൽ വെച്ചാൽ മതി 10 മിനിറ്റ്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് 1 സ്പൂണ് റാഗി പൗഡറാണ്. അല്ലെങ്കിൽ ഇത് പൊടിയില്ലെങ്കിൽ നമ്മൾ ഇത്തിരി കുതിർത്തി അരച്ചിട്ട് അത് വെള്ളത്തിൽ കലക്കിയെടുത്താലും മതി. അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ പൊടിയാണെങ്കിൽ ഇതിങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. ഞാനൊരു സ്പൂണ്, വലിയൊരു ടേബിൾ സ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിൽ ചാലിച്ചിട്ട്, ചാലിക്കല്ലല്ലോ, കലക്കുക. ഞങ്ങൾ പല രീതിയിലും പറയും കേട്ടോ. കലക്കുക, ചാലിക്കുക, കുറുക്കുക എന്നൊക്കെ. അപ്പം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി എന്താണ്, അതിനകത്ത് കിടന്ന് ഒരു 5 മിനിറ്റ് കൂടെ ചെറിയ തീയിലൊന്ന് തിളയ്ക്കണം. എന്നാലല്ലേ അതൊന്ന് സെറ്റാവുള്ളൂ. അടിപൊളി സൂപ്പ് റെഡി കേട്ടോ. 5 മിനിറ്റ് അടച്ച് വെച്ച് തുറന്നു കഴിഞ്ഞാൽ സൂപ്പ് റെഡി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിനകത്തേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു കേട്ടോ, മറന്നു പോകണ്ട. എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ബൈ.